വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 15. ഉമ്മാമ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? നൂറ റൂമിലേക്ക് വന്ന് ചോദിച്ചതും ഖുർആൻ ഓതുകയായിരുന്ന അവർ അത് മാറ്റിവെച്ച് അവളെ അടുത്തിരുത്തി. മോളെ, മോൾക്ക് ഉമ്മാമയുടെ ദേഷ്യമാണോ? കുറ്റബോധത്തോടെയാണ് അവർ അത് ചോദിച്ചത്. എനിക്കെന്തിനാ ഉമ്മാമയുടെ ദേഷ്യം? അത് പിന്നെ ഷാനുവിന് മറ്റൊരു പ്രണയമുണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അവരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടാ എന്നോട് ഇതേപ്പറ്റി പറഞ്ഞത്. പെട്ടെന്ന് കേട്ടപ്പോ ഞാനും ഞെട്ടി. എങ്കിലും അവരോട് ഷാനുവിന്റെ അഭിപ്രായം ചോദിച്ചോ എന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. എന്നാൽ അവന് സമ്മതമാണ് എന്നറിഞ്ഞതും ഞാനും ഷോക്കായിപ്പോയി. പക്ഷേ പിറ്റേന്ന് ഷാനു വന്ന് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളുടെ ഗതി മനസ്സിലായത്. അവനും അത് നിന്നോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നറിയാതെ ടെൻഷനിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ ഉമ്മാമ, ഇനിയും എന്തിനാ അതൊക്കെ പറഞ്ഞ് വീണ്ടും? അത് വിട്ടേക്ക്. അവൾ അത് പറയുമ്പോഴും അവളുടെ മുഖത്തെ വിഷമം അവർക്ക് കാണാമായിരുന്നു. അവർ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി. അവൾക്കും അവർക്കുള്ളിലെ കുറ്റബോധം മനസ്സിലായി. ഉമ്മാമ, എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എനിക്കുള്ള ചെക്കൻ എവിടെയോ എന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും. ഒരു ചിരിയോടെ പറയുന്നവളെ അവർ സ്നേഹത്തോടെ കണ്ണുകൾ നിറച്ചു നോക്കി. നിനക്ക് അവനേക്കാൾ നല്ല, നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ചെറുക്കനെ ഉമ്മാമ തന്നെ കണ്ടുപിടിച്ചു തരും. അവളുടെ കൈകൾ പിടിച്ച് അവർ പറഞ്ഞതും അവൾ ഒന്ന് ചിരിച്ചു. എന്നാ ഞാൻ പോട്ടെ. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു നേരെ മുകളിലേക്ക് പോയി. നൂറ. കണ്ണുകളടച്ച് കിടക്കുകയായിരുന്ന അവൾ ആ വിളി കേട്ട് വാതിലിനടുത്തേക്ക് നോക്കി. ഷഹാനയായിരുന്നു അത്. അവൾ നൂറക്കരികിലായി വന്നിരുന്നു. നീ ഇക്കാനെ വേണ്ടെന്ന് പറഞ്ഞത് മനസ്സില്ലാതെയാണെന്ന് എനിക്കറിയാം. നീയൊന്ന് സ്ട്രോങ് ആയി നിന്നിരുന്നെങ്കിൽ നീയുമായുള്ള ഇക്കാന്റെ കല്യാണം തന്നെ നടക്കുമായിരുന്നു. എന്നെ വേണ്ടാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എന്തിനാ ഷാന വലിഞ്ഞേ കയറി ചെല്ലുന്നേ? അതിലും നല്ലത് ആ ബന്ധം വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാ. നീ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നറിയാം. പക്ഷേ വേണ്ടടി, അത് വിട്ടേക്ക്. ഇപ്പോ ആ മോഹം ഞാൻ തന്നെ കുഴിച്ചുമൂടി. ഇപ്പോ കുറച്ച് വിഷമിച്ചാലും സാരമില്ലടി. പക്ഷേ നീ എന്തൊക്കെ പറഞ്ഞാലും ആ മറ്റവളെ ഇവിടെ മരുമകളായി വാഴിക്കുമെന്ന് കരുതണ്ട. ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ എന്റെ ഇക്കാന്റെ പെണ്ണ് നീ മാത്രമാണ്. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതും പറഞ്ഞ് ഷാന ദേഷ്യത്തിൽ റൂം വിട്ട് പുറത്തുപോയി. ഓഫീസിലെത്തിയ ഷാനുവിന്റെ മനസ്സ് മുഴുവൻ ഉമ്മാമ പറഞ്ഞ കാര്യമായിരുന്നു. പെട്ടെന്ന് ഒരു കല്യാണം നടത്തിയാൽ ശരിയാകുമോ? വീട്ടിലുള്ളവരുടെ ഒന്നും ഇഷ്ടമില്ലാതെ അവളെ അവിടേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്നതിൽ അവനൊരു പേടി തോന്നി. പിന്നെ ഉമ്മാമ അവിടെയുള്ളതാണ് ഏക ആശ്വാസം. എന്തായാലും ഇവിടെ വരെ എത്തി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. കുറച്ചു സമയം ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം അവൻ ലേയെ ഒന്ന് വിളിച്ചു നോക്കി. പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ക്ലാസ്സിലായിരിക്കും അവൾ എന്നവൻ ഊഹിച്ചു. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ അവളെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. കുറച്ചു കഴിഞ്ഞാണ് അവളുടെ കോൾ വന്നത്. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്ത് കാതിലേക്ക് ചേർത്തു. ഹലോ, എന്താ ഷാനു വിളിച്ചത്? നേരത്തെ വിളിച്ചപ്പോ സാർ ക്ലാസ്സിലുണ്ടായിരുന്നു, അതാ എടുക്കാതിരുന്നേ. അവൾ പറഞ്ഞു കഴിഞ്ഞതും ലിയ, അവൻ അവളെ ആർദ്രമായി വിളിച്ചു. എന്തേ ഒരു കൊഞ്ചൽ? അവൾ അവന്റെ വിളിയുടെ ടോൺ കേട്ടതും കുറുകലോടെ ചോദിച്ചു. എനിക്ക് നിന്നോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. നമുക്ക് ക്ലാസ് കഴിഞ്ഞ് ഒന്ന് കണ്ടാലോ? അവൻ ചോദിച്ചതും അതെന്താ അത്ര വലിയ കാര്യം എന്നവൾ ചിന്തിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തേ? അവൾ ഒന്നും പറയാതെ ഇരുന്നതും അവൻ ചോദിച്ചു. ഞാനൊന്ന് ആലോചിക്കട്ടെ, അവൾ കുറച്ച് ജാടയോടെ പറഞ്ഞു. ആലോചിക്കാനോ? വലിയ ജാടയിറക്കിയ അവിടെ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ.
അവനും കുറച്ച് ദേഷ്യം കാണിച്ചു പറഞ്ഞു. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. അവളും വിട്ടുകൊടുത്തില്ല. എന്നാ ഓക്കെ, ഈവനിങ് ഞാൻ അവിടെ വരികയും ചെയ്യും, നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. പടച്ചോനെ, ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. അവനിനി അത് കാര്യമാക്കിയെടുത്ത് ഇങ്ങോട്ട് വരുമോ? പെണ്ണിന്റെ ഉള്ളിൽ പേടി നിറഞ്ഞു. പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ആ ടെൻഷനായിരുന്നു. അവൻ പറഞ്ഞതുപോലെ ചെയ്യും മോളെ, നീ നോക്കിക്കോ. അവനിവിടെ വരികയും ചെയ്യും, നിന്നെ പൊക്കിയെടുത്ത് പോവുകയും ചെയ്യും. റന അവളെ കൂടുതൽ പേടിപ്പിക്കാനായി പറഞ്ഞു. അല്ലാ, ഞാനിനി എന്താ ചെയ്യാ? പെട്ടെന്ന് റന അങ്ങനെ പറഞ്ഞത് കേട്ടതും പേടിച്ച് ലിയ ഉറക്കെ പറഞ്ഞുപോയി. എന്നാൽ താനിപ്പോ ക്ലാസ്സിലാണെന്നും സർ അവിടെ ഉണ്ടെന്നും അവൾ ഓർത്തിരുന്നില്ല. എന്താ അവിടെ ഒരു സംസാരം? സാർ ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല സർ, ലിയ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എന്റെ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. അല്ലാതെ ഇതുപോലെ ചുമ്മാ സംസാരിച്ചിരിക്കാനുള്ളവർക്കൊക്കെ പുറത്തു പോകാം. കർശനമായ താക്കീതോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞ് സാർ ക്ലാസ് വീണ്ടും തുടങ്ങി. പിന്നെ റനയും ലിയയും ഒന്നും സംസാരിച്ചില്ല. എങ്കിലും ടെൻഷനോടെ നഖം കടിക്കുന്ന ലിയയെ നോക്കി അവൾ കളിയാക്കി ചിരിച്ചു. അവസാന ക്ലാസ് കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാതെയിരിക്കുന്ന ലിയയെ റന പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു. അവനെ പേടിച്ച് ഇന്ന് നീ ഇവിടെ തന്നെ കിടക്കാനാണോ പരിപാടി? വരാൻ മടിച്ചു നിൽക്കുന്ന ലിയയെ നോക്കി റന ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യുമടേ, എനിക്ക് എന്തോ വല്ലാതെ പേടിയാവുന്നു. അവനെങ്ങാനും ശരിക്കും വന്നാലോ? എടി പോത്തെ, അവൻ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ, അല്ലാതെ ആരെങ്കിലും ഇത്രയും ആളുകളുടെ മുന്നിൽ നിന്ന് നിന്നെ എടുത്ത് തോളത്തിട്ട് കൊണ്ടുപോകുമോ? അതൊക്കെ സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമല്ലേ. അത് ചിന്തിക്കാനുള്ള ബോധം പോലും നിനക്കില്ലാതായി പോയല്ലോ. ലിയയുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് റന പറഞ്ഞതും അത് ശരിയാണല്ലോ എന്ന് അവൾക്കും തോന്നി. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചല്ലേ? ഒരു കള്ളച്ചിരിയോടെ റനയെ നോക്കി ചോദിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും വർത്തമാനമൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയതും ലിയ സ്റ്റക്കായതുപോലെ അവിടെ നിന്നുപോയി. എത്ര വലിച്ചിട്ടും അവൾ വരുന്നില്ലെന്ന് കണ്ട റന അവളോട് കാര്യം ചോദിച്ചു. അവൾ ഒന്നും പറയാതെ ദൂരെ ഒരിടത്തേക്ക് വിരൽ ചൂണ്ടുക മാത്രം ചെയ്തു. ലിയ ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കിയ റനയും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞതുപോലെ ദാ ഷാനു അവിടെ വന്നിരിക്കുന്നു. തന്റെ കാറിന് മുന്നിൽ നിന്ന് ഫോൺ നോക്കുകയായിരുന്നു അവനെ കണ്ടതും റനയുടെ ഉള്ളിലും ഒരു ചെറിയ പേടി വന്നു. ഇനി അവനെങ്ങാനും അവളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമോ? ആ പേടിയോടെ ലിയയെ നോക്കിയതും നിന്നെടുത്ത് നിന്ന് ഒന്നനങ്ങാൻ പോലും ആവാതെ അവൾ നിന്ന് വിയർക്കുന്നു. ലിയ, റന അവളെ കുലുക്കി വിളിച്ചു. ആ, യാന്ത്രികമായി അവളൊന്ന് മൂളി. ഡി, നമ്മൾ എന്താ ചെയ്യാ? റന ചോദിച്ചപ്പോഴാണ് ലിയക്ക് ബോധം വന്നത്. പേടിച്ച് പരസ്പരം നോക്കി നിൽക്കുന്ന രണ്ടിനെയും ഷാനു കണ്ടിരുന്നു. അവൻ അവർക്കരികിലേക്ക് നടന്നു വന്നു. ഡി, ദേ അവൻ ഇങ്ങോട്ട് വരുന്നു, റനയാണ് പറഞ്ഞത്. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിയാലോ? വേണ്ട, നീ എവിടെ പോയാലും അവൻ നിന്നെ പൊക്കും. അവർ പറഞ്ഞു തീരുന്നതിന് മുന്നേ ഷാനു അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. പേടിച്ചു വിറച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പ്ലീസ് എന്നെ എടുത്തോണ്ടൊന്നും പോവല്ലേ, അവനോട് കൈകൂപ്പിക്കൊണ്ട് പറയുന്ന അവളെ കണ്ടതും അവനെ ചിരി അടക്കാനായില്ല. പേടിച്ച് കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ച് കവിളുകൾ ചുവന്നു തൊടുത്ത അവളുടെ മുഖം കണ്ടപ്പോൾ അവനെ അവളുടെ ആ മുഖം കൈകൊണ്ട് കോരിയെടുക്കാൻ തോന്നി. താൻ എന്തിനാ പേടിക്കുന്നേ? അവളുടെ വിറയാർന്ന കൈകൾ പിടിച്ച് അവൻ അത് ചോദിച്ചതും കണ്ണുകൾ മെല്ലെ തുറന്ന് അവനെ പേടിയോടെ നോക്കിയവൾ. അത് പിന്നെ താനെന്നെ പറഞ്ഞു പൂർത്തിയാക്കാതെ അവൾ തലകുനിച്ചു. വാ, നമുക്ക് പോകാം. മറ്റൊന്നും പറയാതെ അവളുടെ കൈപിടിച്ച് നടന്നവൻ. അവളാണെങ്കിൽ ഇതെന്താ എന്ന മട്ടിൽ അവനെ നോക്കുന്നുണ്ട്. കാറിനടുത്തെത്തിയതും അവൻ തന്നെ അവൾക്കായി ഡോർ തുറന്നു കൊടുത്തു. അവനും പെട്ടെന്ന് തന്നെ കാറിൽ കയറി.
റന ഇതൊക്കെ കണ്ട് വാ തുറന്നു നിൽക്കുകയാണ്. അവർ രണ്ടുപേരും പോകുന്നത് നോക്കി എല്ലാവരും നിൽക്കുന്നുണ്ട്. അതാണിപ്പോൾ അവളുടെയും ടെൻഷൻ. ഇനി കോളേജ് മുഴുവൻ ഇത് പാട്ടാകും. കാറിൽ കയറി പോകുന്നതിനിടയിൽ ലിയ ഒന്നും സംസാരിച്ചില്ല. അവനാവട്ടെ ഇടയ്ക്ക് അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും അവൾ അത് തട്ടി മാറ്റിക്കൊണ്ടിരുന്നു. മുഖം വീർപ്പിച്ചിരിക്കുന്ന അവളെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. അവർ നേരെ സാധാരണ പോകാറുള്ള ബീച്ചിലേക്കാണ് പോയത്. വാ ഇറങ്ങ്. പുറത്തേക്ക് കണ്ണം നട്ടിരിക്കുന്ന അവളോട് അവൻ പറഞ്ഞതും ഒന്നും പറയാതെ അവൾ പുറത്തിറങ്ങി നടന്നു. അവൾക്ക് പിന്നിലായി വന്ന അവൻ അവളുടെ കൈ തന്റെ വിരലുകൾക്കിടയിൽ കോർത്ത് ഒരുമിച്ച് നടത്തം ആരംഭിച്ചു. കുറച്ചു ദൂരം അങ്ങനെ വെറുതെ നടന്ന അവർ ആളുകളില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു. ആ നേരം അത്രയും അവർ ഒന്നും സംസാരിച്ചിരുന്നില്ല. ലിയ അവിടെ ഇരുന്നതും അവൻ അവളെ വിളിച്ചു. അലസമായി ഒന്ന് മൂളിക്കൊണ്ട് അവൾ അവനെ നോക്കി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെന്താണ് എന്ന് പോലും നീ ചോദിച്ചില്ലല്ലോ. അപ്പോഴാണ് അവളും ആ കാര്യം ഓർത്തത്. സോറി ഷാനു, ആ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. തനിക്ക് എന്താ പറയാനുള്ളത്? അവൾ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ നമ്മുടെ കാര്യം വീട്ടിൽ എല്ലാവരും അറിഞ്ഞു. ഒരു ഞെട്ടലോടെയാണ് ലിയ അത് കേട്ടത്. എന്താ പറഞ്ഞേ? സത്യം, ഇന്നലെ തന്നെ എല്ലാ കാര്യവും ഷാന ഉപ്പാനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ആ കല്യാണം കഴിഞ്ഞ് വരുന്നത് വരെ ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സംശയത്തോടെ ചോദിച്ചവളോട് അവൻ ഇന്നലെ നടന്ന മുഴുവൻ സംഭവങ്ങളും പറഞ്ഞു. അല്ലാ, എനിക്ക് വേണ്ടി തനിക്ക് തല്ലുവരെ കിട്ടിയോ? കണ്ണുകൾ നിറച്ച് അവൾ അത് ചോദിച്ചുകൊണ്ട് അവന്റെ കവിളിൽ തലോടി. അവൻ ആ കയ്യിൽ മുത്തമിട്ടു. അതൊന്നും ഓർത്ത് എന്റെ പെണ്ണ് സങ്കടപ്പെടണ്ട. ഒരടി കൊണ്ടാലെന്താ, എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നൂറക്ക് നല്ല വിഷമമായി കാണുമല്ലേ? അവൾ കുറ്റബോധത്തോടെ ചോദിച്ചു. അത് പിന്നെ അവൾ ഓക്കെയാണെന്ന് ഇന്നലെ നിന്നോട് തന്നെ പറഞ്ഞതല്ലേ. ന്യൂറക്കുള്ളിലെ വിഷമം അവൻ അറിയാമായിരുന്നു എങ്കിലും അത് ലിയയോട് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് അവന് തോന്നി. ഉമ്മാമയെങ്കിലും നമ്മളെ മനസ്സിലാക്കിയല്ലോ, അവൾ പറഞ്ഞതും. അത് പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നിന്നെ കണ്ടപ്പോ തന്നെ മൂപ്പത്തിക്ക് ബോധിച്ചു. അതാ പിന്നെ ഒന്നും എതിർക്കാതിരുന്നേ. അല്ലെങ്കിലും എന്റെ ഒരു ഇഷ്ടത്തിനും ഇതുവരെ ആരും എതിര് നിന്നിട്ടില്ല. അവനത് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കുള്ള എതിർപ്പ് അവനിൽ എത്രത്തോളം വേദന നൽകുന്നെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതിയെ അവന്റെ മുഖം തന്നിലേക്കടുപ്പിച്ച് ആ കവിളിൽ അമർത്തിയൊന്ന് മുത്തി. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയത് കൊണ്ട് തന്നെ അവനൊന്ന് അമ്പരന്നു. അവൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നപ്പോൾ നാണം കൊണ്ട് അവൾ മുഖം കുനിച്ചു. പിന്നെ എത്രയും പെട്ടെന്ന് തന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാനാ ഉമ്മാമാന്റെ ഓർഡർ. അത് കേട്ടതും കുനിച്ച തല അതേ സ്പീഡിൽ അവൾ ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി. എന്തിനാ ഇത്ര പെട്ടെന്ന്? എന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് പോരെ? അതിനെന്താ, കല്യാണം കഴിഞ്ഞാലും തനിക്ക് ഇഷ്ടമുള്ള അത്രയും തന്നെ പഠിക്കാലോ. എന്നാലും അത് വേണോ? പിന്നെ ഇപ്പോഴുള്ള ഉപ്പാന്റെ അവസ്ഥയിൽ ഒരു കല്യാണമൊന്നും താങ്ങില്ല. അത് ഷാനുവിനും അറിയുന്നതല്ലേ? അവൾ ടെൻഷനോടെ ചോദിച്ചു. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. നിന്നെ മാത്രം മതി എനിക്ക്. അത് ഞാൻ തന്നെ നിന്റെ ഉപ്പാനോട് പറഞ്ഞോളാം. എന്നാലും അങ്ങനെയല്ലല്ലോ ഷാനു, വേറെയും എന്തൊക്കെ ചിലവുകളുണ്ട്. അവൾക്ക് തന്റെ വീട്ടുകാരെ പറ്റിയുള്ള ആകുലത അവനിൽ അവളോടുള്ള ഇഷ്ടം ഒന്നുകൂടി കൂടുതലാക്കി. താൻ ഈ ഭാരിച്ച കാര്യങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ട. അതിനൊക്കെ ഇവിടെ ഞാനുണ്ട്. മോളിപ്പോ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോ. അത് പറഞ്ഞ് അവൻ അവളുടെ തോളിൽ കൈയിട്ട് തന്നോട് കൂടുതൽ അടുപ്പിച്ചു നിർത്തി. അവളും ആ കരവലയത്തിനുള്ളിൽ സന്തോഷത്തോടെ ഇരുന്നു. ഷാനു, ഉപ്പ ഇതൊക്കെ അറിഞ്ഞാൽ ഭ്രഷ്ടമാവുമോ എന്നാണ് എന്റെ പേടി. നമ്മുടെ ഈ ബന്ധം അറിഞ്ഞാൽ എന്നോട് ദേഷ്യം കാണില്ലേ? പേടിയോടെ ചോദിക്കുന്നവളെ ഒന്നുകൂടി
ചേർത്തു പിടിച്ചവൻ. അതിനെ നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്നൊന്നും പറയണ്ട. തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട് എനിക്കിഷ്ടമായി. അതുകൊണ്ട് വീട്ടുകാരെ കൂട്ടി പെണ്ണു കാണാൻ വന്നു. അങ്ങനെ പറഞ്ഞാ പോരെ? അപ്പൊ പിന്നെ നിന്റെ വീട്ടുകാർക്ക് സംശയമൊന്നും ഉണ്ടാകില്ലല്ലോ. അവൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണെന്ന് അവൾക്കും തോന്നി. അല്ലെങ്കിൽ തന്റെ വീട്ടുകാർ തന്നെ കുറിച്ച് എന്തൊക്കെ കരുതും? വളർത്തുദോഷം കൊണ്ടാണ് എന്നൊക്കെ തോന്നിയാലോ? കാര്യം ഷാനുവിന്റെ പേരൻസിനെ പോലെ തന്നെ എന്റെ ആഗ്രഹങ്ങൾക്കും അവരും എതിര് നിന്നിട്ടില്ല. എങ്കിലും പെട്ടെന്ന് പ്രണയം എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ എന്നവൾ ചിന്തിച്ചു. വാ, നമുക്ക് പോയൊരു ഐസ്ക്രീം കഴിക്കാം. അവൻ അവളെ എഴുന്നേൽപ്പിച്ചു നടന്നു. 2 ചോക്ലേറ്റ് ഐസ്ക്രീം. അവളെ നോക്കി കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് അവൻ ഓർഡർ ചെയ്തു. രണ്ടുപേരും ഐസ്ക്രീം നുഴഞ്ഞ് നടന്നു പോകുന്നത് അവിടെ ഒരു ബെഞ്ചിലിരുന്ന് പോപ്കോൺ കഴിക്കുകയായിരുന്ന റിയാൻ കണ്ടു. അവർ രണ്ടുപേരുടെയും ഇണക്കുരുവികളെ പോലുള്ള നടത്തം കണ്ട് കയ്യിലുള്ള പോപ്കോൺ ദേഷ്യത്തോടെ ചുരുട്ടിക്കളഞ്ഞവൻ. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ആദ്യമായാണ് അവൻ ലിയയെ കാണുന്നത്. റന പറഞ്ഞു അവർ തമ്മിലുള്ള പ്രണയം അവൻ അറിഞ്ഞിരുന്നു. അത് കേട്ടത് മുതൽ ലിയയോട് പോലും അവന് വെറുപ്പായി. പണക്കാരനായതുകൊണ്ടാണ് അവനെ അവൾ സ്വീകരിച്ചത് എന്നായിരുന്നു അവൻ സ്വയം കരുതിയത്. അവരെ കൂടുതൽ നേരം അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് റിയാൻ അവിടുന്ന് എഴുന്നേറ്റ് തന്റെ ബൈക്കുമായി സ്പീഡിൽ അവിടുന്ന് പോയി. ഷാനുവും ലിയയും കുറച്ചു നേരം കൂടി അവിടെയിരുന്നു. രണ്ടുപേരും 2 വഴിക്കായി പിരിഞ്ഞു.